ജീവിക്കുന്ന ദൈവം കഴിഞ്ഞ മാസങ്ങളിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ചെയ്ത വലിയ കാര്യങ്ങൾ വായിച്ചു കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ബ്രദർ സെബി തോമസ് ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഈ സമയങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ, നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമ്മുടെ സുവിശേഷ യാത്രയിൽ ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. കാരണം എന്താ? അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോവിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സിയോൻ യാത്രികതിൽ മനമേ ഭയപ്പെടേണ്ട. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. സിയോൻ യാത്രയതിൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയപ്പെടേണ്ട. കാരണം അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോവിന്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. കരങ്ങളടിച്ച് നമ്മോട് തന്നെ പറയാം, എന്റെ ജീവിതയാത്രയിൽ ഞാൻ ഭയപ്പെടില്ല. കാരണം എനിക്കൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അബ്രാഹത്തെ ഉയർത്തിയവൻ, ഇസഹാക്കിനെ ഉയർത്തിയവൻ, യാക്കോബിനെ ഉയർത്തിയ കർത്താവ് എന്റെ ദൈവം. അവൻ എന്നെ സംരക്ഷിക്കും, പരിപാലിക്കും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. എന്നും ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ദൈവം ഇസഹാക്കിൻ ദൈവം, ദൈവം യാക്കോബിൻ ദൈവം, ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം തിരുവചനം. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ശാലോം ജാഗരണ പ്രാർത്ഥന, ജനലക്ഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രി. സഹോദരർ പറഞ്ഞു, നാം സുവിശേഷ പ്രഘോഷകരാകണം. ആദ്യമായി ചെയ്യേണ്ടത് ലോകം മുഴുവൻ സുവിശേഷം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ സുവിശേഷം അറിയാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. നാം സുവിശേഷ ശുശ്രൂഷകരായി ഉയരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സമയം. എല്ലാം മറന്ന് ആത്മാർത്ഥമായി ലോകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, എസെക്കിയേലിന്റെ പുസ്തകം 9:4 ഇങ്ങനെ പറയുക, കർത്താവ് അവനോട് അരുളി ചെയ്തു, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതയോർത്ത് കരയുകയോ നെടുവീർപ്പിടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നെറ്റിത്തടങ്ങളിൽ നീ ഒരു അടയാളമിടുക. ജെറുസലേം നഗരത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകൾ ഓർത്ത് കരയുകയോ നെടുവീർപ്പിടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരുടെ നെറ്റിത്തടങ്ങളിൽ നീ ഒരു അടയാളമിടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലേക്ക് കടന്നു ചെല്ലുക. ആ നാശത്തെ ഓർത്ത് വേദനിക്കുന്ന, നിലവിളിക്കുന്ന, കണ്ണീരൊഴുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നീ അടയാളമിട്ട് മാറ്റി നിർത്തുക. ലോകത്തെ സംഹരിക്കുക, അവനെ പരിപാലിക്കുക. എസെക്കിയേൽ 22:30 ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഒരു കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവിനെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. അതിനാൽ ഞാൻ ആ ദേശത്തെ നശിപ്പിച്ചു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഒരു കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവിനെ ഞാൻ അവിടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. അതിനാൽ ഞാൻ ആ ദേശത്തെ നശിപ്പിച്ചു എന്ന് എസെക്കിയേൽ പ്രവാചകനുടെ കർത്താവ് പറയുക. ഒരു ദേശത്തെ പ്രതി, ലോകത്തെ പ്രതി ഒരു വ്യക്തി നിലവിളിച്ചാൽ, ഒരു വ്യക്തി കണ്ണീരൊഴുക്കിയാൽ അവനെ പ്രതി ദൈവം ആ ലോകത്തെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ, അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ, ഈ ജാഗരണ പ്രാർത്ഥന രാത്രിയിൽ, ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ നമുക്ക് കണ്ണുകളടയ്ക്കാം. ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ശാലോമിനോട് പ്രാർത്ഥിക്കുക. ശാലോമിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ശാലോമിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സംഭാവന എന്നത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. നീ ഒരു സുവിശേഷകനാണെങ്കിൽ, ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ നീ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകം മുഴുവൻ യേശു എന്ന നാമം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കാൻ നമുക്ക്. കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കാൻ നമുക്ക്. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു കോട്ട പണിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാം. നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതയോർത്ത് നിലവിളിക്കാൻ, കണ്ണീരൊഴുക്കാം. കർത്താവ് നിന്റെ നെറ്റിത്തടങ്ങളിൽ മുദ്രകുത്തി നിന്നെ സംരക്ഷിക്കുമെന്ന് ദൈവത്തിന് വചനം പറയുക. വേദനയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഏറ്റവും പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി. കർത്താവായ യേശുവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അവിടുന്നാണ് എന്റെ ദൈവമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുന്നാണ് എന്റെ രക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് മാത്രമാണ് ലോകരക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സൈന്യങ്ങളുടെ കർത്താവേ, ശാലോം ശുശ്രൂഷയെ പ്രതി ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷയിലൂടെ ലോകത്തെ അനുഗ്രഹിക്കുന്നതിനെ പ്രതി ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് നമുക്ക് വലിയ സ്നേഹത്തോടെ ശാലോം മിനിസ്ട്രിയെ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശാലോമിനെ നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകം മുഴുവൻ ശാലോം ഒരു അനുഗ്രഹമായി മാറണം. ആഗോള തിരുസഭയ്ക്ക് ശാലോം ഒരു അഭിമാനമായി മാറണം. സകല ഭൂഖണ്ഡങ്ങളിലേക്കും ശാലോമിലൂടെ ക്രിസ്തുവിന്റെ വചനം കടന്നു ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വലുതുകരം വീണ്ടും ഉയർത്തിപ്പിടിച്ച്. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷയെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ലോകത്തിന്റെ അതിരുകളോളം സുവിശേഷം എത്തിക്കാൻ, ജനകോടികൾക്ക് സുവിശേഷം എത്തിക്കാൻ, സർവ്വരാജ്യങ്ങൾക്കും സുവിശേഷം കൊടുക്കാൻ ശാലോമിനെ അനുഗ്രഹിക്കണമേ, ശാലോമിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോമിന്റെ നേതൃത്വ നിരയെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, തിന്മയിൽ നിന്ന് കാത്തു പരിപാലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ടിവിയെ അനുഗ്രഹിക്കണമേ. ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി ശാലോം ടിവിയെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ടിവിയെ സാമ്പത്തികമായി സഹായിക്കുന്ന പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം ടിവി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സൗജന്യമായി എത്തിക്കുന്ന എല്ലാ കേബിൾ ഓപ്പറേറ്റർമാരെയും DTH സിംഗറുകളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം മലയാള മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം തമിഴ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, സഭകളുടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സൺഡേ ഷാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ ഏജന്റുമാരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോമിന്റെ വിദേശ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചുയർത്തണമേ. കർത്താവായ യേശുവേ, ഷാലോമിന്റെ എല്ലാ കൺവെൻഷനുകളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നിറയൂ, പാടാം. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ശാലോമിൽ നിറയൂ. ഒരുമിച്ച് പാടുന്നു. ആത്മാവേ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ശാലോമിൽ നിറയൂ. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ശാലോമിൽ നിറയൂ. പ്രിയമുള്ളവരെ, വലിയ വിശ്വാസത്തോടെ ആഗോള തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കത്തോലിക്ക തിരുസഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ആ സഭ വളരാൻ വേണ്ടി, പടുത്തുയർത്തപ്പെടാൻ വേണ്ടി, അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വലുതരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ നാമം ലോകം മുഴുവൻ എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ഒരു വലിയ വിശ്വാസത്തോടെ യേശുവാണ് ഏക രക്ഷകൻ എന്ന സത്യം ലോകത്തിന്റെ സർവ്വ രാജ്യങ്ങളിലും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സകല രാഷ്ട്രങ്ങളും മുട്ടുകുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ ജനതകളിലും യേശുവിന്റെ നാമം ഈ കാലഘട്ടങ്ങളിൽ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി എല്ലാ വചന പ്രഘോഷകരെയും എല്ലാ ധ്യാന ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം, യേശു മാത്രം കർത്താവെന്ന്. ഒരുമിച്ച് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്.
ശാന്തമായിട്ടിരിക്കാം. ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാവെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവന്റെ പിന്നിലായി ഞാൻ. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ ഉയർത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്കുകൾ നിറച്ചു. അതിനും പറയുക, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാവെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവന്റെ പിന്നിലായി ഞാൻ. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ ഉയർത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്കുകൾ നിറച്ചു. പ്രിയമുള്ളവരെ, ഒടുവിലായിരിക്കുന്നവനെ ഉയർത്തുന്നത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കിയവൻ, കാലാവെറുക്കാൻ നടന്നവൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അനുഗ്രഹം സ്വന്തമാക്കി മാറ്റി. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ കാലാവെറുക്കുന്നവനെ പോലെ ആയിരിക്കാം, ഒടുവിൽ എഴുന്നേറ്റവനായിരിക്കാം. എന്നാൽ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി ചക്കുകൾ നിറയ്ക്കുന്ന, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഉയർത്തും. ഇത് അനുഗ്രഹത്തിൻ്റെ കൂടാരമാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. അനുഗ്രഹത്തിൻ്റെ കൂടാരത്തിൽ വെച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കും. കഴിഞ്ഞ നാളുകളിൽ ശാലോമിന്റെ ജാഗരണ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട, സൗഖ്യം ലഭിച്ച ഏതാനും വ്യക്തികളെ കത്തുകളിലൂടെ പരിചയപ്പെട്ട് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി നാം ഒരുങ്ങുകയാണ്. ആദ്യത്തെ സാക്ഷ്യം, ഉദരത്തിലായിരുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു കത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ 5-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ ഹൈഡ്രോ ഡിഫാൽസ് ആണെന്നും കുഞ്ഞ് ജനിക്കുമ്പോൾ മന്ദബുദ്ധിയായിരിക്കും, നടക്കാനോ സംസാരിക്കാനോ കഴിയില്ല, വലിയ തലയായിരിക്കുമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത്. അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഉടൻ തന്നെ ഞങ്ങൾ ശാലോമിലേക്ക്, നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ച് കത്തെഴുതുകയും കുഞ്ഞിന് കുഴപ്പമില്ലാതെ ലഭിച്ചാൽ ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. 6, 7, 8 മാസങ്ങളിലെ സ്കാനിങ്ങിലും തല വലുതും വെള്ളക്കെട്ടോട് കൂടിയതാണെന്നും ആയിരുന്നു റിപ്പോർട്ട്. അവസാന സ്കാനിങ്ങിലും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 2014 ജൂലൈ 12-ാം തീയതി മംഗലാപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും MRI സ്കാൻ ചെയ്തു. യാതൊരു കുഴപ്പവുമില്ല. കുഞ്ഞിന്ന് ഓടിപ്പാഞ്ഞ് നടക്കുന്നു, സംസാരിക്കുന്നു. മനോഹരമായ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ നൽകി അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. കരങ്ങളടിക്കാം, കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ഒരു സന്തോഷത്തോടെ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, നമ്മുടെ കർത്താവ് സർവശക്തനായ ഒരു ദൈവം. ആ കുഞ്ഞിൻ്റെ തലയിൽ മുഴയുണ്ടായിരിക്കുമെന്ന്, ആ കുഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമായിരിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞില്ല. അവസാന വാക്ക് ക്രിസ്തുവിൻ്റെതാ. അവർ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. ആ വേദനയുടെ നിമിഷങ്ങളിൽ ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ഗാനം ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിൻ നാമം ശക്തിയാ, യേശുവെന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിൻ നാമം ശക്തിയാ, യേശുവെന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. അടുത്ത കത്ത് ന്യൂസിലാൻഡ് എന്ന രാജ്യത്തിൽ നിന്ന് ഒരു സഹോദരൻ എഴുതിയിരിക്കുക. പ്രാർത്ഥനയിലൂടെ സർക്കാർ എടുത്ത തീരുമാനത്തിൽ പോലും
വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് ഇതിലൂടെ സാക്ഷി നൽകുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രദേശം അറിയുന്നതിന് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 4-നുള്ള നൈറ്റ് വിജിലിലേക്ക് ഞാൻ അർജൻറ്റ് പ്രാർത്ഥനാ സഹായത്തിന് ഫോൺ വിളിച്ച് പറയുകയുണ്ടായി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോർട്ടിക്കൾച്ചർ കോഴ്സ് തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ന്യൂസിലാൻഡിലെ ക്വാളിഫിക്കേഷൻ അതോറിറ്റി ഈ കോഴ്സ് നിർത്തിവെക്കാൻ കോളേജിന് ഓർഡർ കൊടുത്തു. തൻപോലും എൻ്റെ കോഴ്സ് തടസ്സപ്പെട്ടു നിൽക്കുന്ന അവസരത്തിലാണ് ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് നൈറ്റ് വിജിലേക്ക് വിളിച്ചത്. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കാനുള്ള ഓർഡർ കോളേജിന് വീണ്ടും ലഭിച്ച് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സർക്കാരിൻ്റെ തീരുമാനത്തെ പോലും മാറ്റിമറിക്കാൻ ശക്തമാണ് പ്രാർത്ഥനയെന്ന് ന്യൂസിലാൻഡിൽ നിന്ന് ജോസ് സെബാസ്റ്റ്യൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. കരങ്ങളടിച്ച് ഗാനം ആലപിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം. എന്നാരംഭം നീയേ, എന്നാശ്രയം നീയേ. എന്നാരംഭം നീയേ, എന്നാശ്രയം നീയേ. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചാലക്കുടിയിൽ നിന്ന് ലിസമ്മ ബെന്നി എനിക്ക് ലഭിച്ച ഒരു സൗഖ്യത്തെക്കുറിച്ച് ഇങ്ങനെ സാക്ഷി നൽകുന്നു. ഞാൻ ലിസമ്മ ചാലക്കുടിയിൽ നിന്ന് എഴുതുന്നു. എനിക്ക് കഴിഞ്ഞ 2014 ഏപ്രിൽ മാസത്തിൽ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. എന്നാൽ ഈ മാർച്ച് മാസം മുതൽ ഓപ്പറേഷൻ ചെയ്തെടുത്ത് ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് പഴുക്കാൻ തുടങ്ങി. ഭയങ്കര വേദനയും അനുഭവപ്പെടാൻ തുടങ്ങി. ജൂലൈ മാസത്തിലെ നൈറ്റ് വിജിലിൽ ആരാധനയുടെ സമയത്ത് എൻ്റെ ഭർത്താവ് TV സ്ക്രീനിൽ ഈശോയെ തൊട്ടിട്ട് എൻ്റെ പഴുത്ത ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭാഗം പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. പിന്നീട് പഴുപ്പ വേദന ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ ഒരു നാളും സംഭവിക്കില്ല, കർത്താവാണെന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭവിക്കില്ല, കർത്താവാണെന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലങ്കയ്യാക്കി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലങ്കയ്യാക്കി നിർത്തും. എന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. അടുത്ത കത്ത് കാനഡയിൽ നിന്നുള്ള കത്താണ്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെ ഒരു കോഴ്സ് ചെയ്യുക, കോഴ്സ് പാസ്സാകുക, ലൈസൻസ് കിട്ടുക. ഇതാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ യുവജനങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാനഡയിൽ നിന്ന് ബെറ്റ്സി സാബു എന്ന ഒരു വ്യക്തി ഇങ്ങനെ എഴുതുകയാണ്. നൈറ്റ് വിജിലിൽ ലഭിച്ച അനുഗ്രഹത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ കത്തെഴുതുന്നത്. 2015 ജനുവരിയിൽ നടന്ന നേഴ്സിംഗ് ലൈസൻസ് RPN പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടി ഷാലോം നൈറ്റ് വിജിലിലേക്ക് ഇമെയിൽ വഴിയായും കത്തിലൂടെയും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. സാധിക്കുന്ന എല്ലാ നൈറ്റ് വിജിലിലും ഞാൻ പങ്കെടുത്തു. കൂടാതെ പഠിക്കുന്ന പുസ്തകവും എൻ്റെ ഹാൾ ടിക്കറ്റും പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിലും നൈറ്റ് വിജിലിൻ്റെ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആദ്യ ചാൻസിൽ തന്നെ പരീക്ഷ പാസ്സാകാൻ സാധിച്ചു. നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചതിൻ്റെ ഫലമായി കാനഡയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകാനും രണ്ടാമതൊരു ജോലി ലഭിക്കാനും
ദൈവം എന്നെ അനുഗ്രഹിച്ചു. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തൊരു കത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ദീപ ടോമിച്ചൻ എഴുതുകയാണ്. അവർക്ക് ലഭിച്ച കുഞ്ഞിനെക്കുറിച്ച്. 8 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ലഭിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആയുർവേദം, അലോപ്പതി ചികിത്സകൾ മാറി മാറി ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. 2013 ഡിസംബർ മാസത്തോടെ സകല ചികിത്സകളും ഞങ്ങൾ നിർത്തി. പിന്നീട് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കുഞ്ഞിനെ തരണമേ എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ നൈറ്റ് വിജിലേക്ക് കത്തെഴുതുകയും ഫോണിൽ കൂടി ആവശ്യം അറിയിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 2014 നവംബർ 7 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അത്യധികം അനുഗ്രഹിച്ചു, സ്നേഹിച്ചു. കരങ്ങളടിച്ച ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമം കൃപയാലത്രേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമം കൃപയാലത്രേ. കർത്താവിന് നമുക്ക് ഹൃദയം കൊണ്ട് നന്ദി പറയാൻ കണ്ണുകളടയ്ക്കാം. നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. കർത്താവെ സൗഖ്യപ്പെടുത്തത്, അനുഗ്രഹിച്ചത് ഞങ്ങളല്ല, ഞങ്ങളുടെ കഴിവല്ല, പ്രാർത്ഥനയല്ല. കർത്താവെ അവിടുന്നാണ്. അവിടുത്തെ പരിശുദ്ധ നാമം മഹത്വപ്പെടണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവർ, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളെ ഈ അനുഗ്രഹത്തിൻ്റെ കൂടാരത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. 8 വർഷമായി കുഞ്ഞുങ്ങളില്ല. വൈദ്യശാസ്ത്രം കൈവിട്ടു. വൈദ്യശാസ്ത്രം കൈവിട്ടെടുത്ത് ക്രിസ്തു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. എല്ലാവരും കൈവിട്ടപ്പോൾ, സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ അവർ ക്രിസ്തുവിനെ വിളിച്ചു. നിനക്കൊരു കുഞ്ഞിനെ തരില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ക്രിസ്തു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ കേട്ട മുഴുവൻ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ അന്വർത്ഥമാകാൻ പോവുകയാണ്. ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ ആ ക്രിസ്തു കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എത്ര പഴക്കമുള്ളതാണെങ്കിലും, രോഗങ്ങൾ എത്രമാത്രം വേദനിപ്പിക്കുന്നതാണെങ്കിലും, സർവരും കൈവിട്ടതാണെങ്കിലും, പ്രിയമുള്ളവരെ തിരിച്ചറിയുക, ക്രിസ്തു നിന്നെ കൈവിട്ടിട്ടില്ല. ക്രിസ്തു നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ക്രിസ്തു നിന്നെ എഴുതി തള്ളിയിട്ടില്ല. ആശ്രയിക്കേണ്ടത് ക്രിസ്തുവില. ഈ രാത്രിയിൽ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ വലതുകര സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. ഈ രാത്രിയിൽ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈ കേട്ടതുപോലുള്ള എല്ലാ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആരാധന ഈശോ നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആരാധന സൗഖ്യങ്ങളുടെ ആരാധന, ക്രിസ്തു മഹത്വപ്പെടാൻ പോകുന്ന ആരാധന, യേശു നിനക്ക് വേണ്ടി ഒരു ഫൈനൽ വാക്ക് പറയാൻ പോകുന്ന ആരാധന. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ മഹത്വം, ദൈവമേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി.